എവരിവൺ, ഇന്ന് കോളേജിൽ നിന്ന് ഐവി പോകുകയാണ് കേട്ടോ. വയനാടുള്ള ഐഷ പ്ലാന്റേഷൻ ടീ ഫാക്ടറിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് എന്നെ ബസ് കയറുന്നിടത്തേക്ക് കൊണ്ടാക്കി തരാൻ വരികയാണ് കേട്ടോ ഉപ്പയും ആദ്യം. സോ വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. ബസ് വരാൻ വേണ്ടി അധികം നേരമൊന്നും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഞാൻ ആദ്യം പറഞ്ഞേക്കാം, ഇത് ഞങ്ങൾ ഫെബ്രുവരി പോയതാണ്, അതായത് നോമ്പ് തുടങ്ങുന്നതിൻ്റെ 2 ദിവസം മുന്നേ പോയതാണ് കേട്ടോ. പിന്നെ ചില മടി കാരണം കൊണ്ട് ഇതിപ്പം പോസ്റ്റ് ചെയ്യുന്നതെന്നേ ഉള്ളൂ. ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് മോർണിംഗ് 7:30 5 o'clock ആകുമ്പോഴേക്കും തിരിച്ച് കാലിക്കറ്റ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ 3 batches ആയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇതിൽ പലരെയും കണ്ട് പരിചയപ്പെടുന്നത് തന്നെ അന്നായിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ എല്ലാവരും നല്ല കമ്പനി ആയിരുന്നു കേട്ടോ. ഞങ്ങൾ പോകുമ്പോൾ നല്ല അടിച്ച് പൊളിച്ച് പോയിട്ടുണ്ടെങ്കിൽ പക്ഷെ വരുമ്പോൾ ഈ ഉഷാറ് കണ്ടില്ല കേട്ടോ. എല്ലാവരും നല്ല ഫുഡ് കഴിച്ചതുകൊണ്ടാണോ എന്താണെന്ന് അങ്ങനെ പാട്ടിൻ്റെ ഡാൻസിൻ്റെ തിരക്കിൽ അടിവാരെത്തിയപ്പോൾ ഒന്ന് ഇറങ്ങേണ്ടി വന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നത് അടിവാരമുള്ള ഷൈൻ റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു കേട്ടോ. ഇവിടുന്ന് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്ന ബ്രേക്ക്ഫാസ്റ്റ് കോളേജിൽ നിന്ന് അവർ നേരത്തെ ബുക്ക് ചെയ്തതായിരുന്നു കേട്ടോ. പൊറോട്ട വിത്ത് മുട്ടക്കറി. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിൽ ഉണ്ടായിരുന്നത് പൊറോട്ടയും അപ്പവും പിന്നെ നൂൽപുട്ടും ആയിരുന്നു. 2 തരം കറിയും ഉണ്ടായിരുന്നു, കോഴിമുട്ടക്കറി ആൻഡ് വെജിറ്റബിൾ കുറുമ. ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ പാട്ടും ഡാൻസും റീസ്റ്റാർട്ട് ചെയ്തിട്ടു. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ആയിഷ പ്ലാന്റേഷനിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. നിങ്ങളിത് കാണണം, ഞങ്ങൾ കൂടെയാണ്. നിങ്ങളെന്റെ വൈത്തലോട് ഇതെന്താ ജെറ്റ്? അങ്ങനെ ടീ ഫാക്ടറിയിൽ എത്തിയിട്ട് ഒരു ചായ കിട്ടാത്തതിൻ്റെ പരിപാടിയിൽ ഞങ്ങൾ ഫസ്റ്റ് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നത് ഈ തേയില കളക്ട് ചെയ്തിട്ട് ഉണക്കാൻ വെക്കുന്ന ഇലയിലേക്ക് ഇരുന്നു. നമുക്ക് ഇല നന്നായിട്ട് ഉണങ്ങണം. ഫ്രഷ് നമുക്ക് ഇല വരുമ്പോൾ ഇതിനകത്ത് വെള്ളമയവും കാര്യങ്ങളൊക്കെ കാണും. ഇല നന്നായിട്ട് ഉണങ്ങിയില്ലെങ്കിൽ ചായപ്പൊടിക്ക് നല്ല കയ്പുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഫാൻ കൊടുത്തിട്ട് ഒരു ദിവസം ഫുള്ള് ഉണക്കും. ഉണക്കിയിട്ട് ഇതുപോലെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ കയറ്റിയിട്ട് പിന്നെ നേരെ കറങ്ങി പോകുന്ന ഫാക്ടറി ഉള്ളിലേക്കാണ്. ബാക്കി പ്രോസസ്സിങ് ഇതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ബാക്കി പ്രോസസ്സിങ് കാണാനായിട്ട് ഇവിടുത്തെ ചേട്ടനോട് ഒരു ബായും പറഞ്ഞ് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങിട്ടോ. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് തേയില കളക്ട് ചെയ്ത് ഉണക്കിയതിന് ശേഷമുള്ള ഫിൽറ്ററിങ്ങും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
അവിടുന്ന് കളക്ട് ചെയ്ത് ഉണങ്ങിയ തേയില നേരെ എത്തുന്നത് ഈ വഴിക്ക് ഇതിലേക്കാണ് കേട്ടോ, ഈ ഒരു മെഷീനിലേക്കാണ് എത്തുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ദേ അരച്ചിട്ട് പോകുന്ന കാര്യമാണ് കേട്ടോ കാണുന്നത്. ഈ ഒരു ചേട്ടനായിരുന്നു കേട്ടോ ഈ ഒരു പ്രോസസ്സിങ്ങിനെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കാണുന്നത് ഇതിൽ ഫൈബർ കണ്ടൻറ്റ് ഒഴിവാക്കുന്നതാണ് കേട്ടോ. വലിയ തോതിലുള്ള ഫൈബർ കണ്ടൻറ്റ് കൂടുമ്പോൾ ചായക്ക് കയ്പ്പ് കിട്ടുന്നത് അതുകൊണ്ടാണ്. ഈ ഒരു പ്രോസസ്സിങ് എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് ഇല്ലാത്ത പൊടിയെ കളയുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ ഫിൽറ്ററിങ്ങിലോട്ടാണ് പോകുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ പാക്കിംഗ് ആണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫാക്ടറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. റീലെടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും പക്ഷെ റീലൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സങ്കടം മാറ്റാൻ വേണ്ടി ഞങ്ങൾ നേരെ തേയിലത്തോട്ടത്തിൽ കയറി 2-3 ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നേരെ ബസ്സിൽ കയറിട്ടോ. ഉച്ചയായപ്പോഴത്തേക്കും എല്ലാവരും ടയേർഡായിട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ഫുഡ് കഴിക്കാൻ കയറി. ഉച്ചക്കത്തെ ലഞ്ചും ഷൈൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെ ആയിരുന്നു കേട്ടോ. അവിടെ നേരത്തെ ഓർഡർ ചെയ്ത് വെച്ചുകൊണ്ട് നമ്മൾ അവിടുന്ന് കളക്ട് ചെയ്തതായിരുന്നു. ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഫുഡ് ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. നമ്മൾ സ്റ്റുഡൻസ് തന്നെ ആയിരുന്നു സെർവിങ്ങും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് കഴിഞ്ഞ് പോകുമ്പോൾ കുറച്ച് ചെറിയ നെല്ലിക്കയും മേടിച്ച് കൈമ പിടിച്ചിട്ടോ. ഇനി ഇതെന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ. ഐവി പോയതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു തെളിവ് വേണ്ടേ. അങ്ങനെ ആ ഒരു ഫോട്ടോ എടുക്കൽ കഴിഞ്ഞ് ഞങ്ങൾ നേരെ കാലിക്കറ്റിലേക്ക് തിരിച്ചിട്ടോ. ഞങ്ങളുടെ സ്റ്റോപ്പ് എത്താൻ നേരം ആയാലോ ഇവരോടൊക്കെ ഒരു ടാറ്റ ബൈബയും പറഞ്ഞ് 1000 ഉമ്മയും കൊടുത്ത് ഞങ്ങൾ നേരെ ഇറങ്ങിയിട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഒന്ന് ലൈക്കും കൂടി ചെയ്യണം കേട്ടോ.